ആവേ മരിയ. എൻ്റെ പേര് സജിമോൾ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര രൂപതയിൽ ഹോളി ഫാമിലി ചർച്ച് മുള്ളവിള ഇടവക അംഗമാണ്. ആദ്യമായി ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ ആദ്യമായി എടുത്തത്. യൂട്യൂബിൽ വൈദികരുടെ പ്രസംഗങ്ങൾ കേൾക്കുക എൻ്റെ പതിവായിരുന്നു. അപ്പോൾ എനിക്ക് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോകുന്നതിനോട് വലിയ താല്പര്യമില്ല. ഇടവകയിൽ പോയിരുന്ന് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് എല്ലാവരോടും പറയുന്നത് തന്നെ. അങ്ങനെ ഒരു ദിവസം യൂട്യൂബിലെ വൈദികരുടെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ജോസഫ് അച്ഛൻ്റെ പ്രസംഗം ജസ്റ്റ് ഒന്ന് കേൾക്കുകയും പക്ഷെ ഞാനതങ്ങ് കാര്യമാക്കാതെ വിടുകയും ചെയ്തു. പക്ഷെ അന്ന് എനിക്ക് കിടന്നപ്പോഴത്തേക്കും ഈ അച്ഛൻ്റെ പ്രസംഗം തന്നെ അച്ഛൻ്റെ മുഖം തന്നെ ഇങ്ങനെ കയറി വന്നു മനസ്സിൽ. അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയണമെന്ന് അന്നൊരാഗ്രഹം തോന്നി. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ആദ്യം തന്നെ ഇതെന്താണ് അച്ഛൻ പറയുന്നതെന്നും ഇതെവിടുത്തെ അച്ഛനാണെന്നും ഞാനൊന്ന് നോക്കിയപ്പോൾ എനിക്ക് കൂടുതൽ അറിയണമെന്ന് തോന്നി. വളരെ എന്നെക്കുറിച്ചാണ് എല്ലാം അച്ഛൻ പറയുന്നതെന്ന് എനിക്ക് തോന്നി. എൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടികളൊക്കെ ആയിരുന്നു ഞാനന്ന് യൂട്യൂബിൽ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ഓൺലൈൻ വഴി സെർച്ച് ചെയ്യാൻ തുടങ്ങി. കൃപാസനം എന്താണെന്നും ഉടമ്പടി എന്താണെന്നും ഒക്കെ ഞാൻ നന്നായിട്ട് നോക്കി. അപ്പോൾ മറ്റ് ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി എനിക്ക് തോന്നി. ഞാൻ എൻ്റെ സഹോദരൻ്റെ വിവാഹം 34 വയസ്സായിട്ടും അവന് നടക്കുന്നില്ലായിരുന്നു. അവൻ എന്ത് വന്നാലും കല്യാണം കഴിക്കില്ലെന്ന് ഉറപ്പിച്ചാണ് അവൻ നടക്കുന്നത്. ഒത്തിരി വൈദികരും സിസ്റ്റേഴ്സും സമൂഹത്തിലെ പ്രമുഖ വ്യക്തികൾ സാധാരണക്കാരൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ എന്തായാലും അവൻ വിവാഹം കഴിക്കില്ലെന്ന ഉറച്ച തീരുമാനമായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും തന്നെ വയ്ക്കാതെ അവൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം ഉടമ്പടി വെച്ചത്. ജൂൺ 30 ഡേറ്റ് ഇട്ടു. ഓൺലൈൻ ഉടമ്പടിയിലാണ്. ജൂൺ 30 ഡേറ്റ് ഇട്ടു. ജൂൺ 29 ആയപ്പോൾ അവൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒരു പെണ്ണ് കാണാൻ പോകണമെന്ന് ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്കിവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ ഇവിടെ വിളിക്കുമ്പോഴെല്ലാം കോവിഡ് കാരണം ഇവിടെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇവിടെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ ആൾ കയറ്റില്ല, പൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും എനിക്കൊരു 3-4 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റാതെ ഇവിടെ വരണമെന്ന് എന്നെ വലിയ ആഗ്രഹം തോന്നിക്കൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിൽ ഞാൻ വീട്ടിൽ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ വന്ന് റോഡിൽ നിന്നിട്ട് ഈ മാതാവിനെ ഒന്ന് കണ്ടിട്ട് പോകാം. മാതാവിനെ റോഡിൽ നിന്നാൽ കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെ 4 പേരും കൂടി അന്ന് കാർ എടുത്തിട്ട് ഇവിടെ കയറ്റില്ലെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് മാതാവ് ഞങ്ങളുടെ കാറ് വലിച്ചു കൊണ്ട് വരുന്നത് പോലെയാണ് തോന്നിയത്. കാരണം ഒരിക്കൽ പോലും വഴി തെറ്റുകയോ ഞങ്ങൾക്ക് വിശപ്പ് പോലും അനുഭവപ്പെടുകയോ ചെയ്തില്ല. ഇവിടെ എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്നുള്ള ഒറ്റ ഇതായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും അവിടെ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. സെക്യൂരിറ്റിയോട് ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് അകത്ത് കയറാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഓന്ന് പറഞ്ഞു. ഉടമ്പടി എടുക്കാമോ എന്ന് ചോദിച്ചു. ഓന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഒക്ടോബർ 3-ാം തീയതി ഒരു 2:30 അന്ന് ഇവിടെ എൻ്റെ വെപ്രാളവും ഓട്ടവും കണ്ടിട്ട് അവിടെ ഒരു ബ്രദർ ചോദിച്ചു ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് അതൊന്നുമല്ല, ഉടമ്പടി എടുക്കണമെന്നായിരുന്നു. ഞാൻ വളരെ വേഗം തന്നെ ഉടമ്പടി എടുത്തു. ഒരുപാട് ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉടമ്പടി എടുത്തത്. അവൻ്റെ വിവാഹത്തിനിടയ്ക്ക് തടസ്സം വന്നു. അപ്പോൾ ഞാൻ ഡിസംബർ 30 ഇവിടുന്ന് ഡേറ്റ് ഇട്ട് ഉടമ്പടി എടുത്തിട്ട് പോയി. ഡിസംബർ 30-ന് മുൻപ് വിവാഹം നടക്കണമെന്ന്. ഞങ്ങൾ ഇവിടെ നിന്ന് കാറിൽ കയറി കുറച്ചെത്തിയപ്പോഴത്തേക്കും വലിയൊരു സാധാരണ ഞാൻ മഴവില്ല് കാണുക വളരെ ദൂരെ ഒരു കുഞ്ഞായിട്ടാണ് മഴവില്ല് കാണുക. റോഡിൽ മുഴുവനായും ഞങ്ങളെ ക്രോസ് ചെയ്തൊരു മഴവില്ല്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പഴയ നിയമത്തിലെ മഴവില്ല് കാണുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ടുള്ള ഉടമ്പടി ഓർക്കുകയും നിങ്ങളെ ഞാൻ ഒരിക്കലും നശിപ്പിക്കുകയില്ലെന്നുള്ള ഒരു തന്നെ മനസ്സിൽ കയറി വന്നു. വളരെ സന്തോഷം തോന്നി. സത്യം പറഞ്ഞാൽ അന്ന് തൊട്ട് ഞങ്ങൾ ഇത്രയും ദിവസം ഇതിനു മുന്നേയൊക്കെ വരാതെ നഷ്ടപ്പെടുത്തിയ ദിവസങ്ങൾ നേരത്തെ വരേണ്ടതായിരുന്നു എന്നാണ്. അത്രയ്ക്ക് അനുഭവങ്ങളാണ്. അതിനുശേഷം കറക്റ്റ് ആ പെൺവീട്ടുകാരെ ഞാനിവിടെ ഉടമ്പടിയിൽ ഡിസംബർ 30 ഡേറ്റ് വെച്ചതൊന്നും അവർക്കറിയില്ല. എന്നാൽ അവർ ഡേറ്റ് ഇട്ട് കൊണ്ടുവന്ന് കറക്റ്റ് ഡിസംബർ 30 തന്നെയായിരുന്നു. വിവാഹം കഴിഞ്ഞു, നല്ല ഭംഗിയായി ജീവിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് കാർപ്പൻ്ററാണ്, പണിയെടുത്ത് ചെയ്യുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് കാലിൽ ഈ തടി വീണിട്ട് ചെറിയ ഇൻഫെക്ഷൻ വരും. അപ്പോൾ വീട്ടിൽ കുറച്ച് കടബാധ്യതയും പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് പണിക്ക് പോകാൻ കഴിയാതിരുന്നാൽ വീട്ടിൽ വലിയ പ്രശ്നമാണ്. അങ്ങനെ ലാസ്റ്റ് ഇൻഫെക്ഷൻ വന്ന സമയത്ത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു.
ഒരാഴ്ചയായിട്ടും ഇൻഫെക്ഷൻ മാറിയില്ല. പിന്നെ അടുത്ത ദിവസം മുതൽ പണിക്ക് പോയില്ലെങ്കിൽ വീട്ടിൽ വലിയ കഷ്ടമാവുന്ന അവസ്ഥയായി. അപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് ഈ വേദന സഹിച്ചിട്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ, പണി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു പോയി. അപ്പോഴത്തേക്കും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി 7 പ്രാവശ്യം വീടിനകത്ത് മുട്ടുകുത്തി നടന്നു. ഹസ്ബൻഡിനെ പണി ചെയ്യാനുള്ള കഴിവ് കിട്ടണമെന്നും ഞങ്ങളുടെ കുടുംബത്തെ അതിലൂടെ സംരക്ഷിക്കണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. 7ാമത്തെ പ്രാവശ്യമായപ്പോൾ എൻ്റെ മുട്ടൊക്കെ പക്ഷേ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹസ്ബൻഡിന് പണി ചെയ്യാൻ പറ്റി. ഇതുവരെയും അതിനുശേഷം അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയോ യാതൊരുവിധ പ്രശ്നം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അതുപോലെ മോൾക്ക് 10ാം ക്ലാസ്സിലായിരുന്നു. അവൾ ഫുൾ A+ കിട്ടാൻ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അവൾ എല്ലാ എക്സാമിനൊക്കെ പോകുമ്പോഴേയും ഫൈനൽ എത്തില്ല, ലാസ്റ്റ് ചെറിയ പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലൊക്കെ അവൾക്ക് പോകും. പള്ളിയിലെ എക്സാമിനായാലും രൂപത എല്ലാം എവിടെ പോയാലും. അപ്പോൾ അവൾ മാത്സിന് അല്പം പാടാണ്, അവൾക്ക് മാത്സ് പഠിക്കാനായിട്ട്. അതിന് A+ കിട്ടാൻ പാടാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി അവളോട് ബൈബിള് ഫുള്ളായും വായിച്ച് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുന്നേ ബൈബിള് ഫുള്ളായി വായിച്ച് തീർക്കാൻ പറയണമെന്ന് തോന്നി. ഞാൻ അവളോട് അത് പറയുകയും അവൾ എക്സാം വരുന്നതിന് 2 ദിവസം കിടന്നപ്പോഴത്തേക്കും ബൈബിള് ഫുള്ളും വായിച്ച് പൂർത്തിയാക്കുകയും ചെയ്തു. റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ ബഹുമാനമുള്ള മന്ത്രി ഇങ്ങനെ റിസൾട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മുൻ വർഷങ്ങളിൽ 1.25 ലക്ഷം കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ടെന്നും ഇപ്പോൾ 44,000 കുട്ടികൾക്ക് മാത്രമായി അത് ചുരുങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നി. അപ്പോൾ പെട്ടെന്ന് എന്നോട് ആരോ ചോദിക്കുന്ന പോലെ തോന്നി, 44,000 പേരിൽ ആ കുട്ടികളിൽ നിൻ്റെ മോളുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ പ്രതി ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഞങ്ങൾക്ക് റിസൾട്ട് പറഞ്ഞു തന്ന വേറൊരു ചേച്ചിയാണ്. ആ ചേച്ചി റിസൾട്ട് വന്നപ്പോൾ ഫുൾ A+ ഉണ്ടെന്ന് പറയുകയും ഞങ്ങൾ ഉടൻ തന്നെ റിസൾട്ട് ആരോടും പറയാതെ കൃപാസന മാതാവിൻ്റെ മുന്നിൽ ഒരു ജപമാല പറയാമെന്ന് പറഞ്ഞിരുന്നു അവൾ. അതുപോലെ ഞങ്ങൾ പോയി ഒരു ജപമാല പറഞ്ഞതിന് ശേഷമാണ് റിസൾട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പോലും വിളിച്ച് പറഞ്ഞത്. അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരുന്നു. സങ്കടം വരും, ദേഷ്യം വരും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് മറക്കാൻ പറ്റില്ല. അതിനെ തന്നെ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് വീട്ടിൽ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം ഞാൻ അതിവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നു. എനിക്കിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും പറയണേന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവർ പറഞ്ഞ് വേദനിപ്പിക്കുമ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ അനുഗ്രഹമാണ് കിട്ടുന്നത്. അപ്പോൾ പള്ളിയിലായിരുന്നാലും കർത്താവിൻ്റെ നാമത്തിൽ കൂടുതൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണേന്നാണ് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്കതൊന്നും ഫീൽ ചെയ്യാറേ ഇല്ല. ആ സമയം ആ സ്പോട്ടിലൊന്ന് തോന്നും, അത്രയേ ഉള്ളൂ. പിന്നെ അത് ഞാൻ ഓർക്കാറ് കൂടിയില്ല. അങ്ങനെ പിന്നെ എനിക്ക് ബൈബിൾ വായിച്ച് ഞാൻ പുറപ്പാട് സംഖ്യ വരെയൊക്കെ എത്തും. അത് കഴിഞ്ഞ് എനിക്ക് റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ കഴിയില്ല. അങ്ങനെ സംഖ്യ വരെ ഞാൻ ഒരു 10 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടാവും. ബൈബിൾ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാനൊരു കത്തോലിക്ക വിശ്വാസിയായിട്ടാണ് ജനിച്ചത്. പള്ളിയിലെല്ലാം ആക്റ്റീവാണ്. പക്ഷേ എനിക്ക് തന്നെ വളരെ ചമ്മൽ തോന്നും, ഒരു പ്രാവശ്യം പോലും ഞാൻ ബൈബിൾ വായിച്ച് തീർത്തിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അതൊരു ഉടമ്പടിയിൽ വെച്ചു. കൃത്യമായിട്ട് എനിക്ക് അത് ബൈബിൾ വളരെ ഭംഗിയായി അതിലിങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ആഴമായിട്ട് അതൊക്കെ വായിക്കാനൊക്കെ എനിക്ക് സാധിക്കുന്നു. പൂർണ്ണമായിട്ട് വായിച്ച് തീർക്കുകയും ചെയ്തു, റിപ്പീറ്റ് ചെയ്യാനും സാധിക്കുന്നു. അത് കഴിഞ്ഞ് ഒന്ന് പറയാനുള്ളത്, ഞാനിവിടെ വന്നിട്ട് കൃപാസനത്തിൽ പോയി ഞാൻ പത്രമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് ഇവിടെ വരണമെന്ന് തോന്നി. എന്നോട് പറഞ്ഞു എന്നെ ഞങ്ങളെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ചെറിയ വണ്ടിയിൽ കുറച്ച് ആൾക്കാരുമായി വന്നു. ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു 2 പ്രാവശ്യം വരെ എനിക്ക് വരാൻ കഴിയുന്ന കുറേ ആൾക്കാരുമായി ഞങ്ങളൊരു ഗ്രൂപ്പ് തന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് എനിക്ക് ചെയ്യാനൊന്നും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഒത്തിരി അനാഥാലയങ്ങൾ സന്ദർശിക്കാനും ആശുപത്രികൾ സന്ദർശിക്കാനും ഒത്തിരി കുടുംബങ്ങളെ സന്ദർശിക്കാനുമൊക്കെ നമുക്ക് കഴിയുന്നു. അതിനൊക്കെ ലീഡ് ചെയ്യാൻ എന്നെ മാതാവ് ഒരുക്കി. അത് കഴിഞ്ഞ് ഞാനിവിടെ അതുപോലെ ഒരു പ്രാവശ്യം വന്നിട്ട് ഇവിടെ കടയിൽ ചായ കുടിക്കാനായിട്ട് വൈകുന്നേരം പോയപ്പോൾ അവിടെ 3 കുഞ്ഞു കുട്ടികളിരുന്നിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് എങ്കിലും എൻ്റെ സാരിയുടെ നിറം പറഞ്ഞിട്ട് ആ കുഞ്ഞു മക്കൾ ചോദിക്കുകയാണ്, അത് ടീച്ചറാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അപ്പോഴും ടീച്ചറൊന്നും അല്ലായിരുന്നു. എന്നിട്ട് ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണ് അധ്യാപികയാവുക എന്നത് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ മാസം ഞാൻ പുതുക്കിയപ്പോഴത്തേക്കും എൻ്റെ ഒരു ജോലി ഞാൻ വെച്ചു. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് സ്കൂളിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അവിടെ ഒരു നഴ്സറിയിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു. അടുത്ത ആ കുഞ്ഞുമക്കളെ കണ്ടപ്പോൾ ഞാൻ അധ്യാപികയായി തന്നെ തിരിച്ചു വന്നു. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ചിട്ടിയുണ്ട്. കഴിഞ്ഞ മാസം ഞാൻ അച്ഛനെ കാണാനായിട്ട് അവിടെ എഴുതിയിട്ടു. അപ്പോൾ അച്ഛനെ കാണാനായിട്ട് എഴുതിയിട്ടിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഒരു ബ്രദർ എന്നോട് ചോദിച്ചു, നിനക്ക് കടബാധ്യതയുണ്ടെന്ന് പ്രൂഫ് എന്താണെന്ന് ചോദിച്ചു. അച്ഛനെ കാണിക്കുമ്പോൾ പ്രൂഫ് കാണിക്കണം. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഞാനാണ് പ്രൂഫ്, എൻ്റെ കയ്യിൽ ഉടമ്പടി ലോക്കറ്റുണ്ട്,
മാതാവ് ബാക്കി നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ മുട്ടിന്മേൽ നിന്നു. അച്ഛൻ ആദ്യമേ പറഞ്ഞു വിശ്വാസ പ്രമാണം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ വിശ്വാസ പ്രമാണം നല്ലോണം കാണാതെ അറിയാം, പക്ഷേ ഇവിടെ വന്ന് മുട്ടുകുത്തി ഇരുന്നിട്ട് എനിക്ക് വിശ്വാസ പ്രമാണം പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈയറ്റ് നിൽക്കുന്ന ആളിനോട് അച്ഛൻ പറഞ്ഞു എനിക്ക് മെസ്സേജൊന്നും കിട്ടുന്നില്ല, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു എന്നോടും അച്ഛൻ ഇങ്ങനെ തന്നെ പറയും, എനിക്ക് ഇതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, എനിക്ക് മെസ്സേജ് എടുക്കാനുള്ള അത്രത്തോളം പ്രാർത്ഥനയോ ചൈതന്യമോ എനിക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ മുട്ടിന്മേൽ നിന്നു. എന്നെ അടുത്ത് നിന്ന് ഒരു പയ്യനാണെങ്കിൽ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് അൾത്താരയിൽ വീണു. അപ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് എൻ്റെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല, അവൻ്റെ പ്രശ്നമൊന്ന് സാധിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവരുടെ അടുത്തെത്തുമ്പോഴത്തേക്കും അച്ഛൻ ഈ ക്രൂശിത രൂപം അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങി അടുത്ത ആളിന് കൊടുക്കും. പക്ഷേ എൻ്റെ അടുത്ത് ആ പയ്യൻ്റെ അടുത്ത് വരെ അച്ഛൻ കൊടുത്തു. അടുത്ത് എൻ്റെ കയ്യിൽ ഞാനാണെങ്കിൽ വിശ്വാസ പ്രമാണം പറയാൻ പറ്റാത്തത് കൊണ്ട് ദാവീദിൻ്റെ പുത്രനായ ഈശോയെ പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ഒട്ടും തന്നെ ഒരു വാക്കുപോലും വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു വാക്കുപോലും തന്നെ പറയാൻ പറ്റുന്നില്ല. എന്നെ അടുത്തെത്തിയപ്പോൾ ആ പയ്യൻ്റെ കയ്യിലൊന്ന് കുരിശ് വാങ്ങി എനിക്ക് അച്ഛൻ തന്നില്ല, അൾത്താരെ കൊണ്ടുവച്ചു. അപ്പോൾ എനിക്ക് ശരിക്കും തോന്നി എനിക്ക് ആ കുരിശെടുക്കാനുള്ള യോഗ്യതയൊന്നും ഇല്ലെന്ന് തോന്നി. എനിക്ക് ഏറ്റവും വിശുദ്ധിയായിട്ട് ജീവിക്കണമെന്ന് അതിനുവേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറയണമെന്നുണ്ട്. അച്ഛൻ അടുത്തെത്തിയപ്പോൾ ഞാൻ മുട്ടിന്മേൽ നിന്നിട്ട് എനിക്ക് അച്ഛൻ വിശുദ്ധിയിൽ ജീവിക്കണം, എൻ്റെ കടബാധ്യതയൊന്നും അച്ഛനോട് പറയുന്നില്ല. പക്ഷെ അച്ഛനത് കേട്ടോന്നറിയില്ല. ഞാൻ നേരെ എന്നോട് എണീക്കാൻ പറഞ്ഞു. എണീറ്റപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ കടം തീർക്കാനായിട്ട് എന്തെങ്കിലും നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോഴും എന്നോട് പറഞ്ഞു വിശ്വാസ പ്രമാണം പറയാൻ പറഞ്ഞു. അപ്പോഴും എനിക്ക് വിശ്വാസ പ്രമാണം പറയാൻ പറ്റുന്നില്ല. അപ്പോഴും ഞാൻ ദാവീദിൻ്റെ പുത്രനായ ഈശോയെ പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണേന്ന് പറഞ്ഞു. ഉടമ്പടി ലോക്കറ്റ് വെച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവി അച്ഛന് അറിയേണ്ടതല്ല നീ തന്നെ പറഞ്ഞു കൊടുക്കണേന്ന് പറഞ്ഞു. അച്ഛൻ എന്നോട് പ്രൂഫോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചോദിച്ചില്ല. അച്ഛനടുത്ത് മാതാവിനോടത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് ഒരു ലോക്കറ്റ് എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ കയ്യിൽ തന്നു. തരാൻ വേണ്ടി കൈ തുറന്നപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ഉടമ്പടി ലോക്കറ്റ് ഉണ്ട്. അച്ഛൻ അപ്പോൾ പറഞ്ഞു നീ പോകുമ്പോൾ ഇപ്പോൾ തന്ന ലോക്കറ്റ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പക്ഷേ എവിടെ പോകണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ലോക്കറ്റ് കൊണ്ട് വെളിയിലിറങ്ങി. എല്ലാവരും എന്നോട് ചോദിച്ചു എന്താണ് അച്ഛൻ പറഞ്ഞു. അവൻ ഈ ലോക്കറ്റ് കൊണ്ടുപോകാൻ എവിടെയാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് മാതാവ് എനിക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. ബാങ്കിൽ ഒരു 2.5 ലക്ഷം രൂപയുടെ ചിട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനവർക്ക് സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കണമായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ജോലിയുള്ളവരോടൊക്കെ ചോദിച്ചിരുന്നു, പക്ഷേ ആരും തന്നെ തരാൻ തയ്യാറല്ല. ഞാനത് ഉപേക്ഷിച്ചതായിരുന്നു. എന്തെങ്കിലും കിട്ടുമ്പോൾ വാങ്ങാൻ ഇനി ആരുടെയും മുന്നിൽ പോയി ചോദിക്കുന്നില്ലെന്ന് പറഞ്ഞ് വിട്ടതായിരുന്നു. അച്ഛൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ വീട്ടിൽ പോയി പിറ്റേന്ന് തന്നെ ആ ബാങ്കിൽ അവർ എന്നെ വിളിച്ചു. ആ ചിട്ടി എനിക്ക് ഈ മാസം പിടിച്ച് തരാമെന്നും യാതൊരു പ്രൂഫും വേണ്ടെന്നും അവർ പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ ചിട്ടി കിട്ടി. ഇങ്ങനെ പറഞ്ഞാൽ ഇനി ഒരുപാടുണ്ട്. ഒരു സമയത്തിൻ്റെ കുറവുകൊണ്ടാണ് ഞാൻ കുറച്ചൊക്കെ പറഞ്ഞ് നിർത്തുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ലോകത്തിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ അതിന് ഉത്തരവാദി നമ്മളിലൂടെയാണ്. കാരണം നമ്മൾ കൃപാസനത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ തന്നെ ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോകില്ല. ആരൊക്കെങ്കിലും നിങ്ങളൊക്കെ ഇവിടെ ഒരുപാട് പേരിന്ന് കരയുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങളെല്ലാവരും മാതാവ് ഒരു ദിവസം ഇവിടെ ചിരിച്ചുകൊണ്ട് വന്ന് നിൽക്കും, ഉറപ്പാണ്. ഞാനാണ് അതിന് ഏറ്റവും വലിയ പ്രൂഫ്. എനിക്ക് ഏറ്റവും സന്തോഷത്തോടെ ഇവിടെ നിന്ന് സാക്ഷ്യം പറയണമെന്നാണ്. ഒരിക്കൽ പോലും കരയാതെ വളരെ ഹാപ്പിയായി നിന്ന് സാക്ഷ്യം പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്ക് അതിന് ഇത്രത്തോളം സാധിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷേ എനിക്ക് എന്നെ ദൈവം അതിനൊരുക്കി. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.